ഹലോ എവ്രി വൺ, വെൽക്കം ടു സെറ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലൈക്കണോളജി. ഓക്കെ, ലൈക്കണോളജി എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലൈക്കൺസ് അല്ലെ. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ലൈക്കൺസ് എന്താണെന്ന് അറിയണം അല്ലെ. ലൈക്കൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് ലൈഫ് ഫോം ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട്ണർഷിപ്പ്. Which partnership? It is the symbiotic partnership between the two organisms, two separate organisms, that is a fungal organism and an algal partner. Okay, fungal partner നമ്മൾ എന്ത് പറയും? മൈക്കോബയോണ്ട് എന്ന് പറയും. Then an algal partner is called as phycobiote. അല്ലെ, അപ്പൊ ലൈക്കൺസ് എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് പാർട്ണർഷിപ്പ് ഓഫ് ടു സെപ്പറേറ്റ് ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് an algal partner and a fungal partner. ഫംഗൽ പാർട്ട്ണറെ നമ്മൾ മൈക്കോബയോണ്ട് എന്നാണ് പറയുന്നത്. then ആൽഗൽ പാർട്ട്ണറെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈക്കൺസ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് 4 മെയിൻ ബോഡി പാർട്സ് വെച്ചിട്ടാണ്. വിച്ച് ആർ ദേ? താലസ്, കോർട്ടെക്സ്, മെഡുല്ല ആൻഡ് ആൻ ഹൈഫൽ ബണ്ടിൽസ്. ഈ 4 മെയിൻ പാർട്സ് കൊണ്ടാണ് എന്ത് ലൈക്കൺസിന്റെ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളത്. താലസ്, കോർട്ടെക്സ്, മെഡുല്ല ആൻഡ് ആൻ ഹൈഫൽ ബണ്ടിൽസ്. ഓക്കെ, അപ്പോൾ ഈ താലസ് ആണ് ഈ ലൈക്കൺസിന്റെ മെയിൻ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. താലസ് ആണ്. താലസ് കൊണ്ടാണ് മെയിൻ ബോഡി പാർട്ട് മേക്ക് ചെയ്തിട്ടുള്ളത്. Then the cortex is the fungal layer and it is tightly packed. Then there is a medulla which is made up of fungal layer that is loosely packed. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 ബോഡി പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? താലസ്, കോർട്ടെക്സ്, മെഡുല്ല ആൻഡ് ആൻ ഹൈഫൽ ബണ്ടിൽസ് അല്ലെ. അപ്പൊ താലസ് ആണ് ഈ മെയിൻ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ദെൻ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ലെയർ ആണ്, അത് ടൈറ്റ്ലി പാക്ഡ് ആണ്. ദെൻ ദി മെഡുല്ല എന്ന് പറയുന്നത് ഒരു ഫംഗൽ ലെയർ ആണ്, അത് ലൂസ്ലി പാക്ഡ് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് ലൈക്കൺസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈക്കൺ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ 4 മെയിൻ ബോഡി പാർട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ ലൈക്കൺസിൽ പ്രസന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയുള്ള ഇന്ററാക്ഷൻ ആണ് ലൈക്കൺസിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ലൈക്കൺസ് ആർ ദ എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസ്റ്റിക് സിംബയോസിസ്. ഓക്കെ, നമുക്കറിയാം കുറെ ഇന്ററാക്ഷൻസ് ഉണ്ട് അല്ലെ. മ്യൂച്വലിസം, കമൻസലിസം, അമെൻസലിസം, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. ഇതില് ലൈക്കൺസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വലിസ്റ്റിക് സിംബയോസിസ് ആണ്. മ്യൂച്വലിസം ആണ് അല്ലെ. എന്താണ് മ്യൂച്വലിസം കൊണ്ട് അർത്ഥാക്കുന്നത്? ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് അല്ലെ. അതായത് പ്ലസ് പ്ലസ് ആയിരിക്കും അവിടെ വരുന്നത് ചിഹ്നം അല്ലെ. പ്ലസ് പ്ലസ്, ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് ആണ്. അപ്പൊ ഇവിടെ ലൈക്കൺസ് മ്യൂച്വലിസ്റ്റിക് സിംബയോസിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, the interaction where 2 different species benefit from each other. Okay, then നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈക്കൺസ് മെയ്ഡ് അപ്പ് ഓഫ് ഫംഗസ് ആൻഡ് ആൽഗെ ഓർ സയനോബാക്ടീരിയ അല്ലെ. ഒരു ആൽഗൽ പാർട്ണറും ഒരു ഫംഗൽ പാർട്ണറും എന്തായാലും ഒരു ലൈക്കണിൽ പ്രസന്റ് ആയിരിക്കും. then they live together in a stable symbiotic relationship. ഓക്കെ, ഇതുവരെ നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ പറഞ്ഞു ഫംഗസും ആൽഗയും ബോത്ത് ആർ ബെനിഫിറ്റഡ് നമ്മൾ പറഞ്ഞു അല്ലെ. മ്യൂച്വലിസ് ആണ് നമുക്കറിയാം. അപ്പൊ ഫംഗസ് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത്, ആൽഗ എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഫംഗൽ പാർട്ട്ണർ അബ്സോർബ്സ് വാട്ടർ ആൻഡ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ ആൽഗൽ പാർട്ട്ണർ ഫ്രം അൺഫേവറബിൾ കണ്ടീഷൻസ് സച്ച് ആസ് ഡ്രോട്ട്. ഓക്കെ, അപ്പൊ ഫംഗൽ പാർട്ട്ണർ എന്ത് ചെയ്യും? വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യും. എന്നിട്ട് ആൽഗൽ പാർട്ട്ണറിനെ അതിന്റെ അൺഫേവറബിൾ കണ്ടീഷൻസ്, അതായത് ഡ്രോട്ട് പോലുള്ള അൺഫേവറബിൾ കണ്ടീഷൻസിൽ നിന്ന് അതിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഫംഗൽ പാർട്ട്ണർ ചെയ്യുന്ന ജോലി. Okay, then the algal partner എന്താണ് ചെയ്യുന്നത്? In return, the algal partner supplies organic food to the fungal partner. ഫംഗൽ പാർട്ട്ണറിന് ഓർഗാനിക് ഫുഡ് സപ്ലൈ ചെയ്യാന്നുള്ളതാണ് ആരുടെ പണി? ആൽഗൽ പാർട്ട്ണറിന്റെ പണി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയില്ലേ? ആൽഗൽ പാർട്ട്ണറും ഫംഗൽ പാർട്ട്ണറും ബോത്ത് ആർ ബെനിഫിറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് മ്യൂച്വലിസ്റ്റിക് സിംബയോസിസ് ആണ്. ലൈക്കൺസ് എന്ന് പറയുന്നത് മ്യൂച്വലിസ്റ്റിക് സിംബയോസിന് എക്സാമ്പിൾ ആണ്. ആ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് അതിൽ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലെ. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ലൈക്കൺസിന്റെ ക്ലാസിഫിക്കേഷൻ? അതായത് കുറെ ഒന്നിലധികം ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്കൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബേസ്ഡ് ഓൺ ദെയർ ഇന്റേണൽ സ്ട്രക്ചർ. ഇന്റേണൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ലൈക്കൺസിനെ ക്ലാസിഫൈ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ലൈക്കൺസിന് നമ്മൾ ഹെട്രോമീറസ് ആൻഡ് ഹോമോമീറസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പേരിന്ന് തന്നെ അത് ക്ലിയർ ആണ്. ഹെട്രോമീറസും ആൻഡ് ഹോമോമീറസ് അല്ലെ. ഹെട്രോമീറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈക്കൺസ് ഹാവ് 4 layers, 3 of fungi and 1 of algae. ഓക്കെ, ഹെട്രോമീറസ്, ഹെട്രോ അല്ലെ. ഹെട്രോ എന്ന് മീൻ ചെയ്യുന്നത് 3 ലെയർ എന്തായിരിക്കും? ഫഞ്ചൈന്റെ ലെയർ ആയിരിക്കും. ആൻഡ് 1 layer ഈസ് ആൽഗൽ ലെയർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഹെട്രോമീറസ് ലൈക്കൺ എന്ന് പറയുന്നത്. ഹെട്രോമീറസ് ലൈക്കൺ. Then the next one is homomerous lichen. Homomerous lichen എന്ന് പറയുന്നത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അത്
ഫംഗൽ ലെയറും ആൽഗൽ ലെയറും എന്ത് ചെയ്യുക, മിക്സ് ആയിട്ട് ഇങ്ങനെ ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുക. അതാണ് ഈ ഹോമോമീറസ് ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ബേസിസിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ഹെട്രോമീറസ് ലൈക്കൺ ആൻഡ് ഹോമോമീറസ് ലൈക്കൺ. ദെൻ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെ, നമ്മൾ പറഞ്ഞു കുറെ ക്രൈറ്റീരിയാസ്, ഒരു 3-4 ക്രൈറ്റീരിയാസിന്റെ ബേസിസിൽ ലൈക്കൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദർ ഇന്റേണൽ സ്ട്രക്ചർ ആണ് ഹോമോമീറസ് ആൻഡ് ഹെട്രോമീറസ്. ദെൻ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെ, ഫിസിക്കൽ അപ്പിയറൻസിന്റെ ബേസിൽ ലൈക്കൺസിനെ എത്രയെ ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രസ്റ്റോസ് ലൈക്കൺ, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ആൻഡ് ഫോളിയോസ് ലൈക്കൺ. ഓക്കെ, ദെൻ ക്രസ്റ്റോസ് ലൈക്കൺ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലാറ്റ് ആൻഡ് തിൻ ലൈക്കൺസ് ദാറ്റ് സ്റ്റിക്ക് ടൈറ്റ്ലി ടു ദ സർഫസ് ഫോമിങ് എ ക്രസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു റിമൂവ് അല്ലെ, ക്രസ്റ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ഒരു പിക്ചർ കാണാം. ഇതാണ് ക്രസ്റ്റോസ് ലൈക്കൺ, ഫസ്റ്റ് കാണിച്ച പിക്ചർ. ഇതാണ് ക്രസ്റ്റോസ് ലൈക്കണിന്റെ പിക്ചർ. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് ആ സർഫസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എന്തായിരിക്കും? പ്രയാസമായിരിക്കും അല്ലെ. അത് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക, സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫ്ലാറ്റ് ആൻഡ് തിൻ ലൈക്കൺസ് ആണ്, സ്റ്റിക്ക് ടൈറ്റ്ലി ടു ദ സർഫസ് ആൻഡ് ഫോമിങ് എ ക്രസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു റിമൂവ്. ഓക്കെ, അതാണ് ഈ ക്രസ്റ്റോസ് ലൈക്കൺ എന്ന് പറയുന്നത്. ഈ പിക്ചർ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് നമുക്ക് ആ സർഫസിൽ നിന്ന് എന്ത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ലൈക്കൺ, ദാറ്റ് ഈസ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ അല്ലെ. നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ. Okay, that lichens grow erect and are the same color all over without a clear upper and lower surface. Okay, നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇറക്റ്റ് ആയിട്ട്, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ഇത് ഇറക്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ലൈക്കൺ ആണ്. ഇതിന് ഓൾ ഓവർ ദ ബോഡി സെയിം കളർ ആയിരിക്കും, ഒരു ബിയർഡ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ, ഇറക്റ്റ് ആയിട്ട് ഡൗൺവാർഡിലേക്ക് ഗ്രോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ. ഓക്കെ, then the next type of lichen is foliose lichen. Okay, foliose lichen consists of a leafy shape structure അല്ലെ. foliose lichen ആ പേരിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, അത് foliose എന്താ ലീഫി ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. നമ്മൾ പ്ലാന്റ് ലീഫിനെയാണ് ഫോളിയേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ നെയിം തന്നെ അത് അണ്ടർസ്റ്റുഡ് ആണ്, ഫോളിയേജ് ഷേപ്പ് ആയിരിക്കും, ലീഫി ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും ഈ ലൈക്കൺസിന് ഉണ്ടാവുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലീഫി ഷേപ്പ് സ്ട്രക്ചർ ആൻഡ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഗ്രോസ്. നമുക്ക് നമ്മൾ ക്രസ്റ്റോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് സർഫസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫോളിയോസ് ലൈക്കൺ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇത് ലാസ്റ്റ് വൺ ആണ് ഫോളിയോസ് ലൈക്കൺ. ഇത് പെട്ടെന്ന് അത് ഗ്രോ ചെയ്യുന്ന സർഫസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈസിലി ആണ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഗ്രോസ് ആൻഡ് ഫോളിയോസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ആസ് ദേ ലുക്ക് സിമിലർ ടു ദ ഫോളിയേജ് വിച്ച് ഈസ് എ പ്ലാന്റ് ലീഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അല്ലെ, പ്ലാന്റ് ലീഫിനെ പോലുള്ള സ്ട്രക്ചർ കൊണ്ടാണ് ഇതിന് ഫോളിയോസ് ലൈക്കൺ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ബേസ്ഡ് ഓൺ ദർ ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ അപ്പിയറൻസ്. ഇന്റേണൽ സ്ട്രക്ചറിന്റെ ബേസിൽ ഹെട്രോമീറസ് ആൻഡ് ഹോമോമീറസ് ഉണ്ട്. ഫിസിക്കൽ അപ്പിയറൻസിന്റെ ബേസിൽ ക്രസ്റ്റോസ് ലൈക്കൺ, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ആൻഡ് ഫോളിയോസ് ലൈക്കൺ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ സ്ട്രക്ചേഴ്സ്, ക്രസ്റ്റോസിന്റെയും ഫ്രൂട്ടിക്കോസിന്റെയും ഫോളിയോസ് ലൈക്കണിന്റെയും സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദർ ഹാബിറ്റാറ്റ് അല്ലെ. ഹാബിറ്റാറ്റ്, ഈ ഏത് ഹാബിറ്റാറ്റിലാണ് ലൈക്കൺസ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കുറച്ച് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? ലിഗ്നിക്കോളസ് ലൈക്കൺ, കോർട്ടിക്കോളസ്, സാക്സിക്കോളസ്, ടെറിക്കോളസ്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഇത്രയും ടൈപ്പായിട്ട് നമുക്ക് പറയാം അല്ലെ, അത് വളരുന്ന ഹാബിറ്റാറ്റിന്റെ ബേസിസിൽ. അപ്പൊ ഫസ്റ്റ് ആണ് ലിഗ്നിക്കോളസ് ലൈക്കൺ. ലിഗ്നിക്കോളസ് എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? ലൈക്കൺസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ വുഡ്സ്. വുഡ്സിൽ കാണപ്പെടുന്ന ലൈക്കൺസിനെയാണ് നമ്മൾ ലിഗ്നിക്കോളസ് ലൈക്കൺ എന്ന് പറയുന്നത് അല്ലെ. വുഡ്സിൽ ഇത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡ് ഒക്കെ ആയിട്ടും ചോദിക്കാം. അപ്പൊ ലിഗ്നിക്കോളസ് ലൈക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വുഡ്സിൽ കാണപ്പെടുന്ന ലൈക്കൺസ് ആണ് ലിഗ്നിക്കോളസ് അല്ലെ. ദെൻ കോർട്ടിക്കോളസ്, കോർട്ടിക്കോളസ് എന്ന് പറയുന്നത് എന്താണ്? ബാർക്ക് ഓഫ് ദ ട്രീസ് അല്ലെ, ട്രീസിന്റെ ബാർക്കിൽ ഗ്രോ ചെയ്യുന്ന ലൈക്കൺസിനെയാണ് നമ്മൾ കോർട്ടിക്കോളസ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ദെൻ സാക്സിക്കോളസ് ലൈക്കൺസ് എന്ന് വെച്ചാൽ എന്താണ്? ആർ ദോസ് ദാറ്റ് ലീവ് ഓൺ ദി സ്റ്റോൺസ് ഓർ റോക്സ്. സ്റ്റോൺസിലും റോക്സിലും ഗ്രോ ചെയ്യുന്ന ലൈക്കൺസിനെയാണ് നമ്മൾ സാക്സിക്കോളസ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ദെൻ ടെറിക്കോളസ് ലൈക്കൺ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഓൺ ദ സോയിൽ ആൻഡ് ആർ ദസ് റെഫർഡ് ടു ആസ് ദ ടെറസ്ട്രിയൽ ലൈക്കൺസ്. ഓക്കെ, സോയിലിൽ ഗ്രോ ചെയ്യുന്ന ലൈക്കൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറിക്കോളസ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ദെൻ മറൈൻ ലൈക്കൺസ്. മറൈൻ ലൈക്കൺസ് എന്താണ്?
ഫൗണ്ട് ഗ്രോയിങ് ഓൺ ദ സിലിക്കസ് റോക്സ് നിയർ ദ ഷോസ് ഓഫ് ദ സീ. അല്ലെ, സീന്റെ ഷോസിന്റെ അടുത്ത് വളരുന്ന ലൈക്കൻസിനാണ് നമ്മൾ മറൈൻ ലൈക്കൻസ് എന്ന് പറയുന്നത്. ദെൻ ദ ഫ്രഷ് വാട്ടർ ലൈക്കൻസ് എന്ന് പറയുന്നത് എന്താ, ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്ന അല്ലെ ഗ്രോ ചെയ്യുന്ന ലൈക്കൻസിനാണ് നമ്മൾ ഫ്രഷ് വാട്ടർ ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹാബിറ്റാറ്റിന്റെ ബേസിസിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻസ്. ഏതൊക്കെയാണ്? ലിഗ്നിക്കോളസ് ലൈക്കൺ, കോർട്ടിക്കോളസ് ലൈക്കൺ, സാക്സിക്കോളസ് ലൈക്കൺസ്, ടെറിക്കോളസ് ആൻഡ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഇത്രയും ടൈപ്പ് ഓഫ് ലൈക്കൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഫംഗൽ പാർട്ട്ണർ. അല്ലെ, നമ്മൾ പറഞ്ഞു ലൈക്കൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൻ ആൽഗെ ആൻഡ് എ ഫംഗസ്. അല്ലെ, അപ്പൊ നമ്മൾ ആ ഫംഗൽ പാർട്ട്ണറിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലൈക്കൻസിനെ 3ആയി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണത്? ആസ്കോ ലൈക്കൻസ്, ബസീഡിയോ ലൈക്കൻസ് ആൻഡ് ഹൈമനോ ലൈക്കൻസ്. അല്ലെ, നമ്മൾ പഠിക്കുന്നതാണ് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ആസ്കോ മൈക്കോട്ട ഉണ്ട്, ബസീഡിയോ മൈക്കോട്ട, ഡ്യൂട്രോ മൈക്കോട്ട, അങ്ങനെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷന്റെ ബേസിൽ, അതാണ് ഏത് ടൈപ്പ് ഓഫ് ഫംഗൽ പാർട്ട്ണർ ആണ് ലൈക്കണിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്നതിന്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഫംഗൽ പാർട്ട്ണർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആസ്കോ ലൈക്കൺ, ബസീഡിയോ ലൈക്കൺ ആൻഡ് ഹൈമനോ ലൈക്കൺസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫംഗൽ പാർട്ട്ണർ ഈസ് ദ മെമ്പർ ഓഫ് എൻ ആസ്കോമൈക്കോട്ടിനെ ആണെങ്കിൽ ആസ്കോമൈക്കോട്ടിന ഫാമിലിയിൽ വരുന്ന ഒരു ഫംഗസ് ആണ് ഈ ലൈക്കണിലെ ഫംഗൽ പാർട്ട്ണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആസ്കോ ലൈക്കൺ എന്ന് പറയും. അപ്പൊ എന്താണ്, ബാക്കി 2 അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ ഓൾറെഡി. ബസീഡിയോ ലൈക്കൺസ് ആണെങ്കിൽ എന്തായിരിക്കും? ബസീഡിയോ മൈക്കോട്ടിനയിൽ വരുന്ന മെമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ ഹൈമനോ ലൈക്കൺസ്. അങ്ങനെ ബേസ്ഡ് ഓൺ ദർ ഫംഗൽ പാർട്ട്ണർ എന്ത് ചെയ്യാം? നമുക്ക് 3ആയിട്ട് ലൈക്കൺസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ബേസ്ഡ് ഓൺ ദർ ഇന്റേണൽ സ്ട്രക്ചർ, ഹോമോമീറസ്, ഹെട്രോമീറസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ അപ്പിയറൻസ് ഏതൊക്കെയുണ്ട്? ക്രസ്റ്റോസ് ലൈക്കൺ, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ, ഫോളിയോസ് ലൈക്കൺ. ഓക്കെ, then based on the habitat എത്ര ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ലിഗ്നിക്കോളസ്, കോർട്ടിക്കോളസ്, സാക്സിക്കോളസ്, ടെറിക്കോളസ്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ലൈക്കൺസ്. then based on their fungal partner എത്ര ടൈപ്പ് ഉണ്ട്? ആസ്കോ ലൈക്കൺസ്, ബസീഡിയോ ലൈക്കൺസ് ആൻഡ് ഹൈമനോ ലൈക്കൺസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷന്റെ പോർഷൻ പറയാനുള്ളത്. ഇനി മൂവിങ് ഓൺ ടു ദ റീപ്രൊഡക്ഷൻ. അല്ലെ, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ലൈക്കൺസിലെ റീപ്രൊഡക്ഷൻ, അതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. Lichens reproduce both vegetatively and sexually. Both vegetative reproduction and sexual reproduction are found in lichens. അല്ലെ, ലൈക്കൺസിൽ 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏതൊക്കെ മോഡ്സിലാണ് നടക്കുന്നത് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വയ ഫ്രാഗ്മെന്റേഷൻ, സൊറീഡിയ ഫോർമേഷൻ ആൻഡ് ഇസീഡിയ ഫോർമേഷൻ. ഇത്രയും 3 ടൈപ്പിലാണ് നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ലൈക്കൺസിൽ നടക്കുന്നതെന്ന് പറയാം. ഫ്രാഗ്മെന്റേഷൻ അല്ലെ, ഫ്രാഗ്മെന്റേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ലൈക്കന്റെ ഫ്രാഗ്മെന്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂ ലൈക്കൺസ് ആയിട്ട് ഫോം ചെയ്യുക, ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൊറീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്മോൾ പൗഡറി പ്രൊപ്പഗ്യൂൾസ് ആണ് കണ്ടെയ്നിങ് ഫംഗൽ ഹൈഫെ ആൻഡ് ഫോട്ടോബയോൺ സെൽസ് ഡിസ്പേഴ്സ്ഡ് ബൈ ദ വിൻഡ് ഓർ വാട്ടർ. അപ്പൊ എന്താണ് സൊറീഡിയ അല്ലെ? ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സൊറീഡിയ, ഇസീഡിയ എന്നൊക്കെ പറയുന്ന ടേംസ്. ഫ്രാഗ്മെന്റേഷൻ നമുക്ക് പിന്നെ ഓൾറെഡി അറിയാവുന്ന ടേം ആണ്. സൊറീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്മോൾ പൗഡറി പ്രൊപ്പഗ്യൂൾസ് ആണ്. അതായത് ഫംഗൽ ഹൈഫെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോൾ പ്രൊപ്പഗ്യൂൾസ് ആണ് ഈ സൊറീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് ചെയ്യും? വിൻഡ് വഴിയോ വാട്ടർ വഴിയോ ഡിസ്പേഴ്സ് ചെയ്തിട്ട് അത് പുതിയ ലൈക്കൺസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ദെൻ ഇസീഡിയ എന്ന് പറയുന്നത് സ്മോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ, finger-like structures containing fungal hyphae and photobiont cell breaking off to form a new lichens. അതും ഈ finger-like ആയിട്ടുള്ള സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ് ഈസിഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഇങ്ങനെ എന്താ ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് ന്യൂ ലൈക്കൺസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏതൊക്കെ വഴിയാണ് നടക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ, സൊറീഡിയ ഫോർമേഷൻ ആൻഡ് ഈസിഡിയ ഫോർമേഷൻ. ഓക്കെ, then moving on to the sexual reproduction. Sexual reproduction എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ലൈക്കൺസിൽ 2 modes of reproduction ഉണ്ട്, both vegetative and sexual reproduction. Okay, അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ മോഡ് വഴിയാണ് നടക്കുന്നത്? അപ്പോത്തീസിയ ഫോർമേഷൻ, ആസ്കോസ്പോസ് ആൻഡ് കൊനീഡിയ ഫോർമേഷൻ. ഓക്കെ, ഈ ടേംസ് ഒക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പോത്തീസിയ എന്ന് പറഞ്ഞുള്ള ഒരു കപ്പ് ഷേപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് കണ്ടെയ്നിങ് ആസ്കി. ആസ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ആസ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പ് ഷേപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡീസിൽ ഈ ആസ്കി സ്പോസ് ഉണ്ടാവും. ആ സ്പോസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂ ലൈക്കൺസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോത്തീസിയ. ദെൻ ആസ്കോസ്പോസ്. ആസ്കോസ്പോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പോസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ആസ്കി ഡിസ്പേഴ്സ്ഡ് ബൈ ദ വിൻഡ് ഓർ ഇൻസെക്ട് അല്ലെ, വിൻഡിന്റെയോ ഇൻസെക്റ്റിന്റെയോ ഒക്കെ സഹായത്തോടു കൂടി ഈ സ്പോസ് എന്ത് ചെയ്യുക? ഡിസ്പേഴ്സ് ചെയ്തിട്ട് പുതിയ ലൈക്കൺസ് ആയിട്ട് ഫോം ചെയ്യുന്നത്.
Then the conidia. Conidia എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? Asexual spores produced by some lichens and also dispersed by wind or insects. Asexual spores ആണ് lichens produce ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് വിൻഡിന്റെയും ഇൻസെക്റ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഡിസ്പേഴ്സ് ചെയ്തിട്ട് ന്യൂ ലൈക്കൺസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ഇത്രയാണ് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയാനുള്ളത്. റീപ്രൊഡക്ഷൻ അല്ലെ, നമ്മൾ പറഞ്ഞു ഏതൊക്കെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട് ലൈക്കൺസിൽ. ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഏതൊക്കെ വരുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫ്രാഗ്മെന്റേഷൻ, സൊറീഡിയ, ഇസീഡിയ ആർ കമ്മിങ് അണ്ടർ ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് അപ്പോത്തീസിയ, ആസ്കോസ്പോസ്, കൊനീഡിയ ആർ കമ്മിങ് അണ്ടർ ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മൂവിങ് ഓൺ ടു ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൺ അല്ലെ. നമ്മൾ ലൈക്കണിനെ കുറിച്ച് കുറെ പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിന്റെ പാർട്ട്നേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത്, ബോത്ത് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നതെന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ഈ ലൈക്കൺസിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കലി മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ആണ് ഇതാണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ലൈക്കൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലൈക്കൺസ് നമുക്ക് ഫുഡായി യൂസ് ചെയ്യാം അല്ലെ. ഫുഡായി യൂസ് ചെയ്യുന്നുണ്ട്. ഈറ്റൻ ബൈ എനിമൽസ് ആൻഡ് ഇൻസെക്ട് such as reindeer, carbo, musk ox and horses. Lichens are also used as a flavoring agents in Indian dishes like biryani and French confections like chocolates and pastries. അല്ലെ, കുറെ അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈക്കൺസ് ഭക്ഷണമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഡിഷസ്, ബിരിയാണി അങ്ങനത്തെ ചോക്ലേറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈക്കൺസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി മെഡിസിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലൈക്കൺസിനെ നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മെഡിസിൻസ് ആൻഡ് നാച്ചുറൽ റെമഡീസ് ഫോർ സ്കിൻ ഡിസീസ് ആൻഡ് റാഷസ്. നമ്മുടെ സ്കിൻ ഡിസീസ്, റാഷസ് പോലുള്ള സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈക്കൺസ് യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ മെഡിസിൻ. ഓക്കെ, നമ്മൾ ടു എക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ലൈക്കൺസ് എന്ന് പറയുന്ന റിച്ച് സോഴ്സ് ഓഫ് നാച്ചുറൽ ഡൈസ് ആണ്. നാച്ചുറൽ ഡൈസിന്റെ റിച്ച് സോഴ്സ് ആണ് എന്ത് ലൈക്കൺ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ലിറ്റ്മസ് വിച്ച് ഈസ് ആസ് എ pH ഇൻഡിക്കേറ്റർ ഇൻ ലബോറട്ടറീസ് ആൻഡ് കോസ്മെറ്റിക്സിലും പെർഫ്യൂംസിലും ഡിയോഡ്രൻസിലും ടൂത്ത് പേസ്റ്റിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡൈ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്കൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻവിയോൺമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ലൈക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു എൻവിയോൺമെന്റൽ ഇൻഡിക്കേറ്റർ ആണ്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് ലൈക്കൺ എന്ന് പറയുന്നത്. പൊല്യൂട്ടഡ് ഏരിയാസിൽ എന്ത് ചെയ്യില്ല, ലൈക്കൺസ് ഗ്രോ ചെയ്യില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എൻവിയോൺമെന്റൽ ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. ലൈക്കൺസ് ആർ സെൻസിറ്റീവ് ടു പൊല്യൂഷൻ ആൻഡ് ഡു നോട്ട് ഗ്രോ in the polluted areas. They do not grow in the polluted areas. Polluted areas ലൈക്കൺസ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല. അപ്പൊ അതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്ക് പറയാം. They also help prevent soil erosion and establish a new ecosystem. അതായത് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്കൺസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് ecosystem by releasing chemicals and break down rocks and contribute to soil formation. അപ്പൊ നമ്മൾ ലൈക്കൺസിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസിൽ ലൈക്കൺസ് ഫുഡായി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, മെഡിസിൻ ആയി യൂസ് ചെയ്യുന്നുണ്ട്, ഡൈസ് ആയി യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് എൻവിയോൺമെന്റൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്കൊരു ടൈപ്പ് പഠിക്കാനുണ്ട്, അസ്നിയ. അസ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ് നമുക്ക് ലൈക്കണിൽ പഠിക്കാനുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ക്ലാസിഫിക്കേഷൻ അടിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ് അസ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ, അപ്പിയറൻസ്, ഹാബിറ്റാറ്റ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അസ്നിയ ഇസ് എ ജീനസ് ഓഫ് ലൈക്കൺ ദാറ്റ് ഇസ് കോമൺലി റെഫേർഡ് ടു ആസ് ദ ഓൾഡ് മാൻസ് ബിയർഡ് ഓർ ബിയർഡ് ലൈക്കൺ അല്ലെ. നമുക്ക് ഈ ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ, ബിയർഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ അസ്നിയക്കുള്ളത്. അപ്പോൾ ഇത് കോമൺലി കോൾഡ് ആസ് ഓൾഡ് മാൻസ് ബിയർഡ് അല്ലെങ്കിൽ ബിയർഡ് ലൈക്കൺ എന്നൊക്കെ പറയുന്നത് ഈ അസ്നിയനാണ്. ഓക്കെ, ദെൻ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫൈഡ് ആസ് ഫംജൈ ആൻഡ് ബട്ട് ദേ ആർ ആക്ച്വലി സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫംഗസ് ആൻഡ് ആൻ ആൽഗെ ഓർ സയനോബാക്ടീരിയം. ഓക്കെ, അതായത് എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അസ്നിയ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രൂട്ടിക്കോസ് ലൈക്കൺ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇതിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ് ബിയർഡ് ലൈക്ക് അപ്പിയറൻസ് ആൻഡ് വിത്ത് ലോങ് ഹെയർ ലൈക്ക് ബ്രാഞ്ചസ് ആൻഡ് ഗ്രോ അപ് ടു 20 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇത് ബിയർഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ, ഓൾഡ് മാൻസ് ബിയർഡ് പോലെയാണ് ഇത് കാണുന്നത്. ബിയർഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ലോങ് ബ്രാഞ്ചസ് ആയിട്ട് 20 സെന്റിമീറ്റർ വരെ ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പിയറൻസ്. ഓക്കെ, ദെൻ ഇതിന്റെ ഹാബിറ്റാറ്റ്, എങ്ങനെയുള്ള ഹാബിറ്റാറ്റിലാണ് ഈ അസ്നിയ വളരുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഗ്രോയിങ് ഓൺ ട്രീസ്, റോക്സ് ആൻഡ് അതർ സർഫസസ് ഇൻ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, തുൻഡ്രാസ്, മൗണ്ടെയിൻസ്. അപ്പോൾ ഇത് റോക്സിലും ട്രീസിലും ഒക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ്.
ഫോറസ്റ്റിലും തുന്ദ്രാസിലും മൗണ്ടൈൻസിലും ഒക്കെ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ദി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ദേ ആർ ഫൗണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ. വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡിൽ നമുക്ക് ഈ ലൈക്കൺസിനെ കാണാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ, അതായത് യൂറോപ്പിൽ, അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ലൈക്കൺസിനെ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? Have been used in the traditional medicine for centuries and they are still used in today for their antiseptic, antifungal and antibacterial properties. അല്ലെ, ഈ ലൈക്കൺസിന് കുറെ അധികം യൂസസ് ഉണ്ട്. ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ് ഈ അസ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആന്റിസെപ്റ്റിക്, ആന്റിഫംഗൽ ആൻഡ് ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലൈക്കൺ ആണ് അസ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ഇതിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്റ്റിങ്റ്റീവ് അപ്പിയറൻസ് ആണ്, ബിയേർഡ് ലൈക്ക് അപ്പിയറൻസ് ആണ്, വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ ഗ്രോ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അപ്പിയറൻസ് വെച്ച് തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്റ്റിങ്റ്റീവ് ബ്ലൂ ഗ്രേ കളർ ആയിരിക്കും, ബ്രാഞ്ചിങ് ആൻഡ് ബ്രിട്ടിൽ സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ദെൻ ദ റീപ്രൊഡക്ഷൻ, അസ്നിയയിലുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബോത്ത് സെക്ഷലി ആൻഡ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അസ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള ലൈക്കൺസിന്, യൂസിങ് സ്പോർസ് ഓർ വെജിറ്റേറ്റീവ് പ്രൊപ്പക്യൂൾസ് ടു ഡിസ്പേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ന്യൂ കോളനീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്ഷലി ആൻഡ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അസ്നിയ എന്ന് പറഞ്ഞ ടൈപ്പിനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അസ്നിയ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരിക? ഫ്രൂട്ടിക്കോസ് ലൈക്കൺ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ് ഈ അസ്നിയ വരുന്നത്. അതിനെ നമ്മൾ കോമൺലി കോൾഡ് ചെയ്യുന്നതാണ് ഓൾഡ് മാൻസ് ബിയേർഡ് അല്ലെ, അല്ലെങ്കിൽ ബിയേർഡ് ലൈക്കൺ എന്നൊക്കെ പറയുന്നത് ഈ അസ്നിയനെയാണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അപ്പിയറൻസ്, ഹാബിറ്റാറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, യൂസസ്, ഐഡന്റിഫിക്കേഷൻ, റീപ്രൊഡക്ഷൻ, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഈ രണ്ട് സ്ട്രക്ചറും അസ്നിയ ലൈക്കണിന്റെ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ലൈക്കൺ നമ്മൾ പറഞ്ഞു നേരത്തെ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു അല്ലെ, നമ്മൾ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലൈക്കൺസിനാന്ന് പറഞ്ഞു. അപ്പോൾ ഹാവ് ബീൻ യൂസ്ഡ് ഫുഡ് ഫോർ എ ലോങ് ടൈം എസ്പെഷ്യലി ഇൻ ചൈന, കൊറിയ ആൻഡ് ജപ്പാൻ. ഈ ചൈന, കൊറിയ ആൻഡ് ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്കൺസിനെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. Then it is low in fat and high in carbohydrates, crude fibers, minerals and proteins. ഇത് ലോ ഇൻ ഫാറ്റ് ആണ്, ഹൈ ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. മേ ബി ഓൾസോ ആസ് എ സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ ഡി, ആൻഡ് ദേ ഹാവ് ബീൻ യൂസ്ഡ് ആസ് എ ട്രഡീഷണൽ മെഡിസിൻ ഫോർ ദർ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്ന്. വൈറ്റമിൻ ഡിന്റെ സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ലൈക്കൺസിന് ഒരു ഗുഡ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയാം. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ, ലൈക്കൺസിന് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആന്റി ക്യാൻസറസ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡേറ്റീവ്, ആന്റി ഡയബറ്റിക്സ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ലൈക്കൺ നമുക്ക് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് മനസ്സിലായത്. ഒരു എക്കണോമിക് ഇമ്പോർട്ടന്റ് ആണ് ലൈക്കണിന്റെ. ഓക്കെ, ദെൻ ലൈക്കൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, നമ്മൾ പറഞ്ഞു ലൈക്കൺ ഈസ് എ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറഞ്ഞു. ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൈക്കൺസിനെ യൂസ് ചെയ്യാം. പൊല്യൂട്ടഡ് ഏരിയാസിൽ എന്ത് ചെയ്യില്ല? ലൈക്കൺസ് ഗ്രോ ചെയ്യില്ല. ഓക്കെ, ഈ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള സൾഫർ, നൈട്രജൻ ഇതൊക്കെ ഉള്ള സ്ഥലത്ത്, ഇതൊക്കെ അധികമായിട്ട് കാണപ്പെടുന്ന സ്ഥലത്ത് ലൈക്കൺസിന് ഒരിക്കലും ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് സെൻസിറ്റീവ് ആണ്, പൊല്യൂട്ടഡ് ഏരിയാസിൽ വളരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എയർ പൊല്യൂഷൻ ഓൾസോ ലീഡ്സ് ടു എ ഡിക്ലൈൻ ഇൻ ദ ലൈക്കൺ പോപ്പുലേഷൻ ആൻഡ് ദസ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓർഗാനിസം അല്ലെ. ആ കാര്യം തന്നെയാണ് പറയുന്നത്. എയർ പൊല്യൂഷൻസ് ഉള്ള സ്ഥലം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ലൈക്കൺസ് ഗ്രോ ചെയ്യാത്ത ഏരിയ ആയിരിക്കും അത്. It plays a crucial role in the pioneers in xerosphere. Xerosphere പ്രൈമറി ആയിട്ടുള്ള ഓർഗാനിസം ലൈക്കൺസ് ആയിരിക്കും. ലൈക്കൺസ് ആണ് പൈനിയേഴ്സ് എന്ന് പറയുന്നത്. അത് സോയിൽ ഫോർമേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻ സൈക്ലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, സോയിൽ മോയ്സ്ചർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ലൈക്കൺസ് ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ റോക്സ് ആൻഡ് മിനറൽസ്, ക്രിയേറ്റിംഗ് എ സബ്സ്ട്രേറ്റ് ഫോർ സോയിൽ ഡെവലപ്മെന്റ് അല്ലെ. സോയിൽ ഡെവലപ്മെന്റിന്, സോയിൽ ഫോർമേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കൺസിന് സാധിക്കുന്നുണ്ട് എന്ന് പറയാം. ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ലൈക്കൺസ് ഓഫർ എ മൈക്രോ ഹാബിറ്റാറ്റ് ഫോർ സ്മോൾ അനിമൽസ്, ഇൻസെക്ട്സ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസം. അതർ മൈക്രോ ഓർഗാനിസത്തിന് ലൈക്കൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെ, ന്യൂട്രിയൻ സൈക്ലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിയന്റ് അവൈലബിലിറ്റി ത്രൂ ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ഫംജി ആൻഡ് ആൽഗെ. നമ്മൾ പറഞ്ഞു ഫംജി ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ലൈക്കൺസിന് ന്യൂട്രിയന്റ് അവൈലബിലിറ്റി
ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ദെൻ സോയിൽ മോയ്സ്ചർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോയിൽ മോയ്സ്ചർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ലൈക്കൻസ് ക്യാൻ റിറ്റെയിൻ വാട്ടർ, റെഡ്യൂസിങ് ഇവാപ്പറേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് മോർ ഹോസ്പിറ്റബിൾ എൻവയോൺമെന്റ് ഫോർ സബ്സിക്വന്റ് കോളനൈസേഴ്സ്. ഓക്കെ, അപ്പൊ അതായത് ലൈക്കൻസിന് കുറെ വാട്ടർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സോയിലിലെ മോയ്സ്ചർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ദെൻ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ലൈക്കണ് പറ്റും. ലൈക്കൺ റൂട്ട്സ് ആൻഡ് താലി ഹെൽപ്പ് hold soil particles together, preventing erosion and promoting soil stability. അതായത് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കൺസിന് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ലൈക്കൺ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയി യൂസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ പൈനിയേഴ്സ് ഇൻ 0 ആണ്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. സോയിൽ ഫോർമേഷനിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യും, ന്യൂട്രിയൻ സൈക്ലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യും, അതർ മൈക്രോ ഓർഗാനിസത്തിന് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ലൈക്കൺ ചെയ്യുന്നതാണെന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയി യൂസ് ചെയ്യും അല്ലെ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അബ്സോർബ് പൊല്യൂട്ടൻസ് ഫ്രം ദെയർ എയർ, വാട്ടർ ആൻഡ് സോയിൽ, മേക്കിംഗ് ദ എക്സലന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ ടോക്സിസിറ്റി. എൻവയോൺമെന്റൽ ടോക്സിസിറ്റിന്റെ ഒരു എക്സലന്റ് ഇൻഡിക്കേറ്റർ ആണ് ആരെന്ന് പറയുന്നത്, ലൈക്കൺ എന്ന് പറയുന്നത്. പിന്നെ ബയോ മോണിറ്ററിങ്, ഹെവി മെറ്റൽ പൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഈ ലൈക്കൺസ് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. ദെൻ അക്യുമുലേഷൻ, ലൈക്കൺസ് ക്യാൻ അക്യുമുലേറ്റ് ഹൈ ലെവൽ ഓഫ് ടോക്സിൻസ്, മേക്കിംഗ് ദം യൂസ്ഫുൾ ഫോർ ഡിറ്റക്ടിങ് ദ മെഷറിംഗ് പൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, പൊല്യൂഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ സെൻസിറ്റിവിറ്റി, നമ്മൾ പറഞ്ഞു പൊല്യൂട്ടൻസിന് സൾഫർ, നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങിയ കുറച്ച് പൊല്യൂട്ടൻസിന് ഉള്ള സ്ഥലത്തൊക്കെ വളരാൻ സെൻസിറ്റീവ് ആണ് ഈ ലൈക്കൺസ് എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളിലൊന്നും ലൈക്കൺസ് വളരില്ല. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലോ കോസ്റ്റ് ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് വേ ടു മോണിറ്റർ എൻവയോൺമെന്റൽ ടോക്സിസിറ്റി ആസ് ദേ വൈഡ്ലി അവൈലബിൾ ടു ഈസി ടു കളക്ട്. നമുക്ക് കളക്ട് ചെയ്യാനും ഈസിയാണ്, അതുപോലെ തന്നെ ഗ്രോ ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ. പൊല്യൂഷൻ ഡിറ്റക്ട് ചെയ്യാനൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ലൈക്കൺസിനെ പറ്റിയാണ് പറഞ്ഞത്. ലൈക്കൺ എന്താന്ന് പറഞ്ഞു, ലൈക്കണിന്റെ ബോഡി പാർട്സ് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, അത് നമ്മളൊരു ടൈപ്പും പഠിച്ചു അല്ലെ, അസ്മിയ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പും പഠിച്ചു. അപ്പൊ ഇത്രയാണ് ലൈക്കണോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്.